ലത്തീൻ സഭയെ ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരാമർശത്തിൽ പ്രതിഷേധം കനക്കുന്നു. വോട്ട് ബാങ്കുണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് സതീശൻ യു.ഡി.എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിനെ പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചത്. ഷിയാസിന് കൊച്ചി സീറ്റ് നൽകുന്നതിലെ എതിർപ്പ് ലത്തീൻ സഭ മുഖപത്രത്തിലൂടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. രേഷ്മ, ഈ ഷിയാസിന്റെ കൊച്ചി സീറ്റ് അത് വല്ലാത്ത ഒരു എതിർപ്പ് ലത്തീൻ സഭയിൽ നിന്നുണ്ടായി. അത് മുഖപത്രത്തിൽ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വി.ഡി. സതീശന്റെ ഒളിയമ്പ് എന്നുള്ളതാണ്. എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? രാഖി, മെനഞ്ഞാന്നാണ് പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള വി.ഡി. സതീശൻ ലത്തീൻ സഭയ്ക്കെതിരെ പരോക്ഷമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയത്. അതായത് കൊച്ചി നിയോജക മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസിന്റെ പ്രചരണ പരിപാടിക്കിടെയായിരുന്നു ഇത്തരമൊരു പരാമർശം. അതായത് വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി, എല്ലാ മതസമുദായങ്ങളുടെയും വോട്ട് മുഹമ്മദ് ഷിയാസിന് ലഭിക്കും, മാത്രമല്ല DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തന മികവ് അത് ഈ പറയുന്ന ഷിയാസിനെ പിന്തുണയ്ക്കും എന്നുള്ളതായിരുന്നു വി.ഡി. സതീശന്റെ പരാമർശം. അത് ഒരു ഒളിയമ്പാണ്. ലത്തീൻ സഭയെ അതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു. മുഖപത്രത്തിലടക്കം വലിയ രീതിയിലുള്ള പരോക്ഷ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ ലത്തീൻ സഭ നേരത്തെ പറഞ്ഞിരുന്നത് ഈ കൊച്ചി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ലത്തീൻ സഭയുടെ കൂടി ആ ഒരു അഭിപ്രായം കൂടി പരിഗണിക്കണമെന്നുള്ളൊരു പരോക്ഷമായിട്ടുള്ള നിലപാട് നേരത്തെ സഭ സ്വീകരിച്ചതാണ്. അതിലായിരുന്നു വി.ഡി. സതീശൻ ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതായത് ഷിയാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കടുത്ത എതിർപ്പ് ലത്തീൻ സമുദായത്തിന്റെ ഭാഗത്തുനിന്ന്, സഭയുടെ ഭാഗത്തു നിന്നും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഷിയാസിനെ പിന്തുണച്ചുകൊണ്ട് വി.ഡി. സതീശൻ രംഗത്ത് വന്നത്. പക്ഷേ പിറ്റേ ദിവസം വി.ഡി. സതീശൻ മലക്കം മറിഞ്ഞു. കാരണം ഈ ലത്തീൻ സഭ അവിടെ അതിൻ്റെ സമുദായ വിശ്വാസികളിൽ നിന്ന് വലിയൊരു തിരിച്ചടി ലഭിക്കുമെന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ പിന്നീട് മലക്കം മറിഞ്ഞുകൊണ്ട് തൻ്റെ നിലപാട് മാറ്റിയത്. അതായത് താൻ ലത്തീൻ സഭയ്ക്കെതിരെ യാതൊരു തരത്തിലും പരാമർശം നടത്തിയിട്ടില്ല, വർഗീയത പറയുന്നവരല്ല ലത്തീൻ സഭ, അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അവരെല്ലാ കാര്യങ്ങളിലും അവർക്ക് അഭിപ്രായമുണ്ട്, താൻ അവരെ ഉദ്ദേശിച്ചല്ല അത്തരമൊരു പരാമർശം, വോട്ട് ബാങ്ക് പരാമർശം നടത്തിയതെന്നുള്ളതായിരുന്നു വി.ഡി. സതീശന്റെ പിന്നീടുള്ള പ്രതികരണം. പക്ഷേ അതൊന്നും തന്നെ ലത്തീൻ സഭയെ അനുനയിപ്പിച്ചിട്ടില്ല. അവരിപ്പോഴും കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. എന്തായാലും അത് ഒരു പക്ഷേ കോൺഗ്രസിന്, യു.ഡി.എഫിന് വലിയൊരു തിരിച്ചടി നിയോജക മണ്ഡലത്തിൽ നൽകുമെന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. കാരണം നേരത്തെ ലത്തീൻ സമുദായ അംഗത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനായിട്ടുള്ള ശ്രമങ്ങളും അതിൻ്റെ അണിയറ നീക്കങ്ങളും ഒക്കെ തന്നെ നടന്നതാണ്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് ഷിയാസ് അവിടെ സ്ഥാനാർത്ഥിയായത്. അതിൽ വലിയ കടുത്ത ഒരു അമർഷം ലത്തീൻ സഭയ്ക്കുള്ളിൽ തന്നെ ഉടലെടുത്തിരുന്നു. എന്തായാലും വി.ഡി. സതീശന്റെ പരാമർശം കൂടി വന്നതോടുകൂടി വലിയ രീതിയിൽ ഈ പ്രതിഷേധം കനത്തിരിക്കുകയാണ്. എന്തായാലും അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മയപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നീട് തന്റെ പരാമർശത്തിൽ നിന്ന് പിന്നോട്ട് പോയത് വി.ഡി. സതീശൻ. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ നിലപാട് വ്യക്തമാക്കലൊക്കെ തന്നെ ഉണ്ടായേക്കാം. കെ.ജെ. മാക്സിയാണ്, സിറ്റിംഗ് MLA ആയിട്ടുള്ള കെ.ജെ. മാക്സിയാണ് ഇടതിന്റെ സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേവ്യർ ആണ്. ഷിയാസിനെതിരെ വലിയ രീതിയിലുള്ള കടുത്ത അമർഷം നേരത്തെ തന്നെ ഈ മണ്ഡലത്തിൽ ഉടലെടുത്തിരുന്നു. പോസ്റ്റർ യുദ്ധമൊക്കെ തന്നെ അവിടെ നമ്മൾ കണ്ടതാണ്. അതായത് ദീപ്തി മേരി വർഗീസിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം പോസ്റ്റർ ഒട്ടിക്കുന്നു, തൊട്ട് പിന്നാലെ ഷിയാസിന് വേണ്ടിയിട്ട് ഫ്ലെക്സ് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനിടയിൽ വി.ഡി. സതീശന് വോട്ട് ബാങ്ക് സംബന്ധിച്ച് പരാമർശം നടത്തുന്നു. എന്തായാലും ലത്തീൻ സഭയ്ക്കുള്ളിൽ ഈ വി.ഡി. സതീശന്റെ പരോക്ഷ പരാമർശം, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വച്ചാൽ മതി എന്ന സതീശന്റെ വാക്കുകളിൽ പ്രതിഷേധം ഒരു വശത്ത് കടുക്കുമ്പോൾ ഈ വോട്ട് ബാങ്ക് തന്നെയാണ് തീർച്ചയായും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിനിടയിൽ ലത്തീൻ സഭയെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.